അപ്പോൾ നമുക്ക് മാക്കിൽ എങ്ങനെ നമ്മൾ പൈത്തൺ ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനാദ്യം നമുക്ക് വേണ്ടത് പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക, ജസ്റ്റ് പൈത്തൺ എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, അതിൽ ഫസ്റ്റ് കാണുന്നത് പൈത്തൺ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിരിക്കും, python.org എന്നുള്ളത്. ആ സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിന് നമുക്ക് ഡൗൺലോഡ്സ് എന്നൊരു ടാബ് കാണും, അത് ക്ലിക്ക് ചെയ്യുക. നേരെ കാണുന്നൊരു ഡൗൺലോഡ് ദ ലേറ്റസ്റ്റ് വേർഷൻ ഫോർ macOS എന്നുള്ളൊരു പോർഷൻ കാണും. അവിടെ ഒരു ഡൗൺലോഡ് ബട്ടൺ കാണും, ആ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് സേവ് കൊടുക്കുക. ഓക്കെ, പൈത്തൺ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. എനിക്ക് ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. സ്ക്രീൻസ് എല്ലാം കണ്ടിന്യൂ കൊടുത്ത് പോവുക. ജസ്റ്റ് എഗ്രി കൊടുക്കുക, കണ്ടിന്യൂ, ഇൻസ്റ്റാൾ കൊടുക്കുക. ഓക്കെ, നമ്മുടെ സിസ്റ്റത്തിൻ്റെ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. ജസ്റ്റ് ഇൻസ്റ്റാൾ സോഫ്റ്റ്വെയർ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ പൈത്തൺ ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. ജസ്റ്റ് ഇൻസ്റ്റാൾ ആവുന്നവരൊന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ പൈത്തൺ സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ജസ്റ്റ് ഈ സ്ക്രീൻ ഒന്ന് ക്ലോസ് ചെയ്യുക. നമുക്കത് പ്രോപ്പർട്ടി ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മാക്കിൻ്റെ ടെർമിനൽ ഓപ്പൺ ചെയ്യുക. അതിൻ്റെ അകത്ത് നമ്മൾ ജസ്റ്റ് പൈത്തൺ 3 വേർഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സോ പൈത്തൺ സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. പൈത്തൻ്റെ വേർഷൻ നമുക്കവിടെ കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത്. അപ്പോൾ ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ അകത്ത് നമുക്ക് ഒരു വെർച്വൽ എൻവിറോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. അത് ഈ വെർച്വൽ എൻവിറോൺമെൻറ്റ് എന്തിനാണ് ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നെങ്കിൽ ഗ്ലോബലായിട്ട് നമുക്ക് ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്യാം. പക്ഷേ അതിലും ബെറ്റർ ഒരു വെർച്വൽ എൻവിറോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്തോട്ട് ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരേ സമയത്ത് മൾട്ടിപ്പിൾ പ്രൊജക്റ്റൊക്കെ ചിലപ്പോൾ യൂസ് ചെയ്യേണ്ട ഒരു കേസ് വരും. അപ്പോൾ ആ സമയത്ത് പല പ്രൊജക്റ്റിലും പല വേർഷൻസ് ഓഫ് ജാങ്കോ യൂസ് ഉണ്ടാവും, അല്ലെങ്കിൽ പല വേർഷൻസിലുള്ള ലൈബ്രറീസും ഫ്രെയിംവർക്സും ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അത് നമ്മൾ ആ വേർഷൻ്റെ ഒരു കോൺഫ്ലിക്റ്റ് വരണമെന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാ പ്രൊജക്റ്റിലും ഒരു വെർച്വൽ എൻവിറോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ അകത്തോട്ടാണ് നമ്മൾ എല്ലാ ഫ്രെയിംവർക്സും ലൈബ്രറീസും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ അതുപോലെ ഇവിടെ നമുക്ക് പൈത്തണിൽ ഒരു വെർച്വൽ എൻവിറോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ അകത്തോട്ടാണ് നമുക്ക് ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊരു വെർച്വൽ എൻവിറോൺമെൻറ്റ് എങ്ങനെയാണ് ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ജസ്റ്റ് പൈത്തൺ 3-mvnv എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു വെർച്വൽ എൻവിറോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് നമുക്കൊരു സാമ്പിൾ env എന്ന് കൊടുക്കാം നെയിം. എന്നിട്ട് നമുക്കൊന്ന് എൻ്റർ അടിക്കാം. അപ്പോൾ നമ്മൾ ഒരു സാമ്പിൾ env എന്ന് പറഞ്ഞ പേരിൽ ഒരു വെർച്വൽ എൻവിറോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്ത് ജസ്റ്റ് എൻ്റർ കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഒരു സാമ്പിൾ env എന്ന് പറഞ്ഞിട്ട് ഒരു വെർച്വൽ എൻവിറോൺമെൻറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു എൻവിറോൺമെൻറ്റിനെ ആക്ടിവേറ്റ് ചെയ്യണം. അതായത് ഈ എൻവിറോൺമെൻറ്റ് അകത്തോട്ട് കയറാം. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് നമുക്ക് എല്ലാ ലൈബ്രറീസും ഫ്രെയിംവർക്സും എല്ലാം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് ജസ്റ്റ് സോഴ്സ് നമ്മുടെ envയുടെ നെയിം സാമ്പിൾ _env / അതിൻ്റെ അകത്ത് bin/activate സെൻറ്റർ അടിക്കുക. സോഴ്സ് നമ്മുടെ envയുടെ നെയിം അതുപോലെ /bin activate എന്ന് കൊടുക്കുക. എന്നിട്ട് എൻ്റർ അടിക്കുക. ഇപ്പോൾ നമ്മൾ കാണാം, ഇപ്പോൾ ഇവിടെ നമ്മൾ സാമ്പിൾ env എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തോട്ട് നമ്മൾ കയറിയിട്ടുണ്ട്. അതായത് നമ്മൾ ആ വെർച്വൽ എൻവിറോൺമെൻറ്റ് അകത്തോട്ട് നമ്മൾ എൻ്റർ ആയി. ഇനി ഇതിൻ്റെ അകത്തോട്ടാണ് നമ്മൾ ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജാങ്കോ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ജസ്റ്റ് നമ്മൾ pip install pip3 install Django ജസ്റ്റ് എൻ്റർ അടിക്കുക. ഇവിടെ നിന്ന് കാണാൻ പറ്റും ജാങ്കോ ഇൻസ്റ്റാൾ ആവുന്നത്. ജസ്റ്റ് pip3 ഇൻസ്റ്റാൾ ജാങ്കോ എന്ന് കൊടുക്കുക. ഈ പിപ്പ് എന്ന് പറയുന്നത് pip3 എന്ന് പറയുന്നത് നമ്മൾ പൈത്തൺ ഡൗൺലോഡ് ചെയ്തല്ലോ, അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാവും. ഇനി പിപ്പ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇതിൻ്റെ അകത്തോട്ടുള്ള എല്ലാ ഫ്രെയിംവർക്സും എല്ലാ കാര്യങ്ങളും ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ പിപ്പ് യൂസ് ചെയ്തിട്ട് ജാങ്കോ ഇൻസ്റ്റാൾ ആയി. ഇനി ജാങ്കോ പ്രോപ്പർട്ടി ഇൻസ്റ്റാൾ ആയിട്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ജാങ്കോ -admin -version നമ്മൾ ആദ്യം പൈത്തൺ ഇൻസ്റ്റാൾ ആയിട്ടെന്ന് നോക്കാൻ വേണ്ടി നമ്മൾ പൈത്തൻ്റെ വേർഷൻ കിട്ടുമെന്ന് നോക്കി. അതേപോലെ ജാങ്കോ ഇൻസ്റ്റാൾ ആയിട്ടെന്ന് നോക്കാൻ വേണ്ടി നമ്മൾ ജാങ്കോയുടെ വേർഷൻ കൊണ്ട് ചെക്ക് ചെയ്യാണ്. ജസ്റ്റ് ജാങ്കോ admin -version കൊടുക്കുക. നമുക്ക് ജാങ്കോ പ്രോപ്പർട്ടി ഇൻസ്റ്റാൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും ആ ജാങ്കോയുടെ വേർഷൻ ഏതാണെന്നുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ജാങ്കോയിൽ ഒരു പ്രൊജക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ജാങ്കോയിൽ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ജാങ്കോ -admin അതുപോലെ സ്റ്റാർട്ട് പ്രൊജക്റ്റ്
ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ജാങ്കോയിൽ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ജാങ്കോ അഡ്മിൻ സ്റ്റാർട്ട് പ്രൊജക്റ്റ്. ഇത് നമ്മളെ പ്രൊജക്റ്റിൻ്റെ പേര് എന്താണോ പേര് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ പ്രൊജക്റ്റ് വന്നുള്ളൊരു പേര് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളൊരു പ്രൊജക്റ്റ് ജാങ്കോയിൽ ഒരു പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ ജാങ്കോ അഡ്മിൻ സ്റ്റാർട്ട് പ്രൊജക്റ്റ് എന്ന് കഴിഞ്ഞിട്ട് ആ പ്രൊജക്റ്റ് നെയിം കൊടുക്കുക, എൻ്റർ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇവിടെ ജാങ്കോ അഡ്മിൻ സ്റ്റാർട്ട് പ്രൊജക്റ്റ് എന്ന് കൊടുത്തിട്ട് നമ്മൾ ഇവിടെ ഒരു പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഒരു പ്രൊജക്റ്റ് 1 എന്നുള്ള നെയിമിൽ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഈ സ്റ്റാർട്ട് പ്രൊജക്റ്റിന് കഴിഞ്ഞിട്ട് കൊടുക്കുന്നത് എന്താണോ അതാണ് ആ പ്രൊജക്റ്റിന് നെയിമായിട്ട് വരിക. ഇപ്പോൾ നമ്മൾ പ്രൊജക്റ്റ് 1 എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ആ പ്രൊജക്റ്റ് 1ൻ്റെ അകത്തോട്ട് കയറണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. ഇനി ആ പ്രൊജക്റ്റിൻ്റെ അകത്തോട്ട് കയറണം. അപ്പോൾ അത് നമുക്ക് CD പ്രൊജക്റ്റ് 1 കൊടുക്കുക. അതായത് CD എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഡയറക്ടറി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ആ ഡയറക്ടറിയിൽ നിന്ന് നമ്മൾ ആ പ്രൊജക്റ്റിൻ്റെ അകത്തോട്ട് പോവുക. അപ്പോൾ CD സ്പേസ് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ നെയിം, ദാറ്റ് മീൻസ് പ്രൊജക്റ്റ് 1 കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് എൻ്റർ കൊടുക്കുക. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ആ മാക്ബുക്ക് കയറുന്ന കഴിഞ്ഞിട്ട് നമ്മൾ ആ പ്രൊജക്റ്റ് 1 എന്നുള്ള ആ ഒരു ഡയറക്ടറിലോട്ട് നമ്മൾ മൂവ് ആയി. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ജസ്റ്റ് ഈ പ്രൊജക്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കുക. ജസ്റ്റ് നമ്മളിപ്പോൾ ഈ പൈത്തൺ ജാങ്കോ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തു, അതിലൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഈ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് പ്രോപ്പറായിട്ടുണ്ടോ, ജാങ്കോ പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ എന്നൊക്കെ ജസ്റ്റ് എന്നൊക്കെ നോക്കാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ഈ പ്രൊജക്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പം അതിന് പൈത്തൺ 3 manage .py റൺ സെർവർ. ഇങ്ങനെ നമ്മൾ പൈത്തൻ്റെ ഒരു പ്രൊജക്റ്റ് നമ്മൾ റൺ ചെയ്യുക. പൈത്തൺ 3 manage.py റൺ സെർവർ എന്ന് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് എൻ്റർ അടിക്കുക. അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി നമ്മൾ ആ പ്രോജക്റ്റ് റൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ലിങ്ക് കാണാൻ പറ്റും, സൗവായിട്ട് നമ്മുടെ ഈ ലോക്കൽ ഹോസ്റ്റിൻ്റെ ഒരു ലിങ്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഇവിടെ നിന്ന് കോപ്പി ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു ബ്രൗസറിൽ പോവുക. എന്നിട്ട് അവിടെ നമ്മൾ ആ കോപ്പി ചെയ്ത ആ ലിങ്ക് ഒന്ന് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഇൻസ്റ്റാൾ വർക്ക് സക്സസ്ഫുള്ളി കൺഗ്രാജുലേഷൻ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ പൈത്തൺ പ്രോജക്റ്റ് സക്സസ്ഫുള്ളി ക്രിയേറ്റ് ആയിട്ടുണ്ട്. പിന്നെയാണ് നമ്മൾ മാക്കിലോട്ട് നമ്മുടെ പൈത്തൺ ജാങ്കോ ക്രിയേറ്റ് ചെയ്യുന്നതും ജാങ്കോയിൽ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതും അത് പ്രോപ്പർട്ട് വർക്ക് ചെയ്യുന്നതൊക്കെ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കുന്നതും. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യുന്നതും പ്രൊജക്റ്റ് ഒരു പ്രോപ്പർ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതും എല്ലാം ഈ ഒരു ഇതിൻ്റെ അകത്ത് ഈ ഒരു വെർച്വൽ എൻവറോൺമെൻറ്റിൻ്റെ അകത്തായിരിക്കും. വേറെ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതേപോലെ ഒരു എൻവറോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യും. ഈ സ്റ്റെപ്പിനെ അവിടെ ഫോളോ ചെയ്യും. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തെല്ലാം സക്സസ്ഫുൾ ആയിട്ട് റൺ ആയിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റെപ്പ് എല്ലാവരും ഫോളോ ചെയ്ത് നോക്കാം.